ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പഴശ്ശിരാജാവ് എന്ന ടോപ്പിക്ക് നോക്കാം. LP അതുപോലെ ഏതൊരു PSC എക്സാം ആണെങ്കിലും LDC എക്സാം ആണെങ്കിലും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് പഴശ്ശിരാജാവ് എന്ന ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഴശ്ശിരാജാവിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ, അതേപോലെ PSC മുൻകാര്യങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പഠിക്കാൻ ടോപ്പിക് ഏതാണ്? പഴശ്ശിരാജാവ്. സ്ക്രീനിൽ തന്നെയുണ്ട്. ആദ്യത്തെ ചോദ്യം, പഴശ്ശിരാജാവിൻ്റെ ജനനം എന്നാണ്? 1753 ജനുവരി 3-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. മരണപ്പെട്ട വർഷം 1805 നവംബർ 30 അപ്പോൾ ജനനവർഷവും മരണവർഷവും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, ആരാണ് പഴശ്ശിരാജാവ് എന്ന് ഒറ്റ ചോദ്യം അല്ലേ? അതിന് മറുപടി നമ്മൾ പറയുവാണെങ്കിൽ എങ്ങനെ പറയും? ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് ബ്രീഫായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം എന്താണ്? മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ഏറ്റവും ശക്തമായ സമരം നയിച്ച ഒരു നേതാവാണ് ആര് അല്ലേ? ഒരു വീരപുരുഷനാണ് ആര്? പഴശ്ശിരാജാവ്. അപ്പോൾ എന്താണ് പഴശ്ശിരാജാവ് കൊടുക്കുന്ന നിർവചനം എന്ന് പറയുക? മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ഏറ്റവും ശക്തമായ സമരം ആരുടേതാണ്? പഴശ്ശിരാജാവിൻ്റെ ആണ്. അപ്പോൾ പഴശ്ശി കലാപം നയിച്ചതാരാണ്? ഒന്നാമത്തെ ചോദ്യം കിട്ടി. പഴശ്ശി കലാപം നയിച്ചതാരാണ്? പഴശ്ശിരാജാവാണ് അല്ലേ? ഇനി നോക്കിയാൽ രണ്ടാമത് ഞാൻ പറഞ്ഞു, മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ കലാപം ആരാണ്? പഴശ്ശിരാജാവിൻ്റെതാണെന്ന് പറഞ്ഞു അല്ലേ? പഴശ്ശി കലാപം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കിയാൽ അടുത്ത രണ്ടാമത് നോക്കൂ, പഴശ്ശി കലാപങ്ങൾ നടന്ന വർഷം അല്ലേ? അതിൻ്റെ കാലഘട്ടം ഏതാണ്? 1793 മുതൽ 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി കലാപം നടന്ന വർഷം. അപ്പോൾ കാലാവധി മറക്കണ്ട. പഴശ്ശി കലാപങ്ങളുടെ ഇയർ എത്രയാണ്? 1793 മുതൽ 1805 വരെയാണെന്ത്? പഴശ്ശി കലാപ കാലഘട്ടം. ഓക്കെ ആണല്ലോ. അതേപോലെ പഴശ്ശി രാജാവ് ജനിച്ച തറവാട്, അതിൻ്റെ പേര് PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ? പടിഞ്ഞാറേ കോവിലകം. എന്താണ്? പടിഞ്ഞാറേ കോവിലകം എന്ന തറവാടിലാണ് പഴശ്ശിരാജ ജനിച്ചത്. അദ്ദേഹം ഏത് രാജവംശക്കാരനാണ്? കോട്ടയം രാജവംശക്കാരനാണ് അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം വരും, അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്, കോട്ടയം രാജവംശ സ്ഥാപകൻ ആരാണ്? ആരാണ് കോട്ടയം രാജവംശ സ്ഥാപകൻ? ആരാണ്? ഹരിചന്ദ്ര പെരുമാളാണ്. മറക്കണ്ട. കോട്ടയം രാജവംശ സ്ഥാപകൻ ആരാണ്? ഹരിചന്ദ്ര പെരുമാളാണ്. അങ്ങനെയാണെങ്കിൽ കോട്ടയം പട്ടണം സ്ഥാപിച്ച ആരാണ്? കോട്ടയം പട്ടണം സ്ഥാപിച്ചത് T രാമറാവു ആണ്. T രാമറാവു ആണ് കോട്ടയം പട്ടണം സ്ഥാപിച്ചത്. അതേപോലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ നോക്കിയോ. നമ്മൾ കോട്ടയത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? കോട്ടയം രാജവംശത്തിൻ്റെ പഴയകാല പേരെന്താണ്? കോട്ടയം രാജവംശത്തിൻ്റെ പഴയകാല പേര് എന്താണ്? പുറംനാട് സ്വരൂപം. എന്താണ്? പുറംനാട് സ്വരൂപം എന്നാണ് കോട്ടയം രാജവംശത്തിൻ്റെ പഴയ പേര്. അപ്പോൾ കിട്ടിയല്ലോ, മറക്കണ്ട. കോട്ടയം രാജവംശത്തിൻ്റെ പഴയകാല പേരേതാണ്? പുറംനാട് സ്വരൂപം. അപ്പം ഇപ്പം നമ്മൾ കോട്ടയം എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? പഴശ്ശിരാജാവ് ജനിച്ചതാണ് കോട്ടയം രാജവംശത്തിലാണ് എന്നതുകൊണ്ടാണ് ഈ കോട്ടയവുമായി ബന്ധപ്പെട്ട ഇത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതേപോലെ ഒരു കാര്യം കൂടെ നോക്കൂ, കോട്ടയം രാജവംശത്തിലെ ഭരണാധികാരികൾ അറിയപ്പെടുന്ന പേരെന്താണ്? പുറംനാട് രാജാക്കന്മാരെന്നാണ്. പുറംനാട് രാജാക്കന്മാരെന്നാണ് കോട്ടയം രാജവംശത്തിലെ ഭരണാധികാരികൾ അറിയപ്പെടുന്ന പേര്. അതേപോലെ കോട്ടയം രാജവംശത്തിൻ്റെ ആസ്ഥാനം ഏതാണ്? പുരളിമല. ഏതാണ്? കോട്ടയം രാജവംശത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? പുരളിമല. ഈ കാര്യവും കൂടി ഒന്നും എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. അതേപോലെ നോക്കൂ, നമ്മളെപ്പോഴും PSCക്ക് കാണുന്നൊരു ചോദ്യമാണ്, കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആരാണ്? ആരാണ്? KM പണിക്കരാണ്. KM പണിക്കരാണ് കേരള സിംഹം എന്ന പഴശ്ശിരാജാവിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ മലബാർ സിംഹം എന്ന് പറഞ്ഞാൽ ആരാണ്? കേരള സിംഹം എന്ന് പറഞ്ഞതുകൊണ്ട് കൂടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആരാണ് മലബാർ സിംഹം എന്ന് പറയുക? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് മലബാർ സിംഹം എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ പഴശ്ശിരാജാവിനെ കുറിച്ച് കുറച്ച് ബ്രീഫായി ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്കൊക്കെ പോകാം. അപ്പോൾ നോക്കൂ, പഴശ്ശിരാജാവിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? കേരള സിംഹം നമ്മൾ വിളിക്കും, പൈച്ചി രാജ എന്ന് വിളിക്കും, കൊട്ടിയോട്ട് രാജ എന്ന് വിളിക്കും, പുരളീശമൻ എന്ന് വിളിക്കും അല്ലേ? ഇതൊക്കെ ആര് തന്നെയാണ്? പഴശ്ശിരാജാവാണ്. അപ്പം കേരള സിംഹം, പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ, പുരളീശമൻ, ഇതൊക്കെ ആര് തന്നെയാണ്? പഴശ്ശിരാജാവ് അല്ലേ? ഇനി പഴശ്ശിരാജാവിൻ്റെ കുതിരയുടെ പേരെന്താണ്? ലക്ഷ്മി എന്നാണ്. ലക്ഷ്മി. പഴശ്ശിരാജാവിൻ്റെ കുതിരയുടെ പേരെന്താണ്? ലക്ഷ്മി. അതേപോലെ പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ ആരാണ്? പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പു നായരാണ്. കൈതേരി അമ്പു നായരാണ് പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ എന്ന് പറയുക അല്ലേ? ഓക്കെ, അതേപോലെ ഒരു ചോദ്യം കൂടി നോക്കൂ, പഴശ്ശിരാജാവിൻ്റെ നായർ പടയുടെ തലവൻ ആരാണ്? സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചാൽ കൈതേരി അമ്പു നായരാണ്. പഴശ്ശിരാജാവിൻ്റെ നായർ പടയുടെ തലവൻ ആരാന്ന് വെച്ചാൽ ഇടച്ചേനി കുങ്കൻ നായരാണ്. ഇടച്ചേനി കുങ്കൻ നായരാണ് കേട്ടോ. അതേപോലെ ഒരു ചോദ്യം കൂടെ നോക്കൂ, പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗക്കാരാണ്? കുറിച്യരാണ്.
പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യരാണ് അല്ലേ. അതിലെ കുറിച്യരുടെ നേതാവാരാണ്? തലക്കൽ ചന്തുവാണ്. തലക്കൽ ചന്തുവാണ്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ബേസായിട്ട് എന്ത് ചെയ്തത് ഒന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി നമുക്ക് പഴശ്ശിരാജാവുമായി ബന്ധപ്പെട്ട പ്രധാന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. കേരളവർമ്മ പഴശ്ശിരാജ ഏതു രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഏതാണ്? കോട്ടയമാണ്. കോട്ടയം. അടുത്ത് നോക്കൂ, ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിനിടെ പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം അത് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നാണ്. 1805 അല്ലേ. അതേപോലെ നോക്കൂ, കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. പഴശ്ശി കലാപം നടന്ന ഈ വർഷങ്ങളിൽ 1793 മുതലാണ് അല്ലെ 1805 വരെയാണ് പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ ഒന്നാം പഴശ്ശി കലാപ വർഷം ഏതാണ്? 1793 മുതൽ 1797 വരെയാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ രണ്ടാം പഴശ്ശി കലാപമാണെങ്കിലോ 1800 മുതൽ 1805 വരെയാണ്. അപ്പോൾ രണ്ട് പഴശ്ശി കലാപത്തിന്റെ വർഷവും എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ. അത് നോക്കി, പഴശ്ശി കലാപത്തെ നേരിടാൻ സർ ആർതർ വെല്ലസി രൂപം നൽകിയ പ്രാദേശിക പോലീസ് സേന അറിയപ്പെടുന്ന പേര്. അതായത് പഴശ്ശി കലാപം അല്ലെ ബ്രിട്ടീഷുകാരുടെ ഒരു ഭയങ്കര ഒരു ആയുധമാണ്. ശത്രുക്കളെ ആക്രമിക്കാനുള്ള ഭയങ്കര ഒരു വജ്രായുധമാണ് അല്ലെ ആർതർ വെല്ലസി എന്ന് പറയാം അല്ലെ. നമുക്കറിയാം ആർതർ വെല്ലസ്ലി അദ്ദേഹത്തെ ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്? പഴശ്ശി കലാപങ്ങളൊക്കെ അടിച്ചമർത്തിയത്. ഓക്കെ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പഴശ്ശി കലാപത്തെ നേരിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പോലീസ് ഉണ്ട്, പ്രാദേശിക പോലീസ് ഉണ്ട്. ആ പോലീസിന്റെ പേരാണെന്ത്? കോൽക്കാർ. മറക്കണ്ട, കോൽക്കാർ. ഓക്കെ. അപ്പോൾ ബ്രിട്ടീഷുകാർ കോൽക്കാർ എന്ന് നമ്മൾ പഠിക്കാതെ പോയാൽ കോൽക്കാർ എന്ന പേര് കേൾക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ പോലീസ് എന്ന് നമുക്ക് തോന്നൂല. അപ്പം എന്ത് ചെയ്യുക? ഓർത്തോണം, പഴശ്ശിരാജാവിനെ അല്ലെ കലാപത്തെ നേരിടാൻ ബ്രിട്ടീഷുകാർ ആർതർ വെല്ലസ്ലി നടപ്പിലാക്കിയ ഒരു പോലീസ് സെറ്റപ്പാണിത്. കോൽക്കാർ എന്നറിയപ്പെടും. ഓക്കെ. അടുത്ത് നോക്കി, ഒന്നാം പഴശ്ശി കലാപത്തെ തുടർന്ന് സമാധാന ചർച്ചയ്ക്കായി നിയോഗിക്കപ്പെട്ട ബോംബെ ഗവർണർ ആരായിരുന്നു? അപ്പം ഒന്നാം പഴശ്ശി കലാപത്തിൽ ബ്രിട്ടീഷുകാർക്ക് നഷ്ടങ്ങൾ മാത്രമാണ് കൂടുതലുണ്ടായത്. ഒന്നാം പഴശ്ശി കലാപത്ത് ബ്രിട്ടീഷുകാർക്കാണ് നഷ്ടം കൂടുതലുണ്ടായത്. അവരെന്ത് ചെയ്തു? അത് സമാധാനപരമായിട്ട് ഒത്തുതീർത്തു അല്ലേ. അപ്പം നോക്കി, ആ ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ച അല്ലെ സമാധാന ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെട്ട ബോംബെ ഗവർണർ ആരാണ്? ജോനാഥൻ ഡങ്കനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞായിരുന്നു, ബ്രിട്ടീഷുകാരെ മലബാറിൽ നേരിട്ട ഏറ്റവും ശക്തമായ കലാപം ഏതാണ്? ബ്രിട്ടീഷുകാരുടെ തലവേദന തന്നെയായിരുന്നു അത് പഴശ്ശി കലാപം എന്ന് പറയാം അല്ലേ. അപ്പം ഈ കാര്യമൊക്കെയാണല്ലോ. ആരാണ്? ഒന്നാം പഴശ്ശി കലാപം അല്ലെ ഒത്തുതീർക്കാൻ വേണ്ടി സമാധാന ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെട്ട ബോംബെ ഗവർണർ ആരാണ്? ജോനാഥൻ ഡങ്കനാണ്. അതേപോലെ നോക്കി, രണ്ടാം പഴശ്ശി കലാപത്തെ തുടർന്ന് 1804 തലശ്ശേരി സബ് കളക്ടറായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരായിരുന്നു? ആരാണ്? തോമസ് ഹാർവി ബാബർ. അതേപോലെ പഴശ്ശി കുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടിയാണ്. പഴശ്ശി കുടീരം മാനന്തവാടി. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട്. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂർ. അപ്പോൾ ഇക്കാര്യങ്ങൾ മറക്കരുത്. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ വരും. അതേപോലെ പഴശ്ശി കോളേജ് എവിടെയുള്ളത്? പഴശ്ശി കോളേജ് വയനാട്ടിലെ പുൽപ്പള്ളിയാണ് പഴശ്ശി കോളേജ് ഉള്ളത് കേട്ടോ. അതേപോലെ ഒന്ന് രണ്ട് കാര്യം ഇവിടെ പറഞ്ഞുതരാം. പഴശ്ശി സ്കൂളാണെങ്കിലോ മട്ടന്നൂരാണ്. പഴശ്ശി സ്കൂള് മട്ടന്നൂർ. അതേപോലെ നോക്കി, പഴശ്ശിരാജ യൂണിവേഴ്സൽ സ്കൂൾ എവിടെയാണ്? ബാലുശ്ശേരിയാണ്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയാണ് പഴശ്ശിരാജ യൂണിവേഴ്സൽ സ്കൂൾ എന്ന് പറയുക. അതേപോലെ പഴശ്ശിരാജ ചെറുകിട ജലസേചന പദ്ധതി എവിടെയാണ്? അത് കണ്ണൂരാണ് അല്ലേ. പഴശ്ശിരാജ ചെറുകിട ജലസേചന പദ്ധതി ഏതാണ്? കണ്ണൂരാണ് അല്ലേ. അപ്പം ഇത്ര കാര്യങ്ങളൊന്നും ഓർത്തിരിക്കണേ. അതേപോലെ നോക്കൂ, പഴശ്ശി രാജാവ് ഏത് രാജകുടുംബത്തിലെ അംഗമായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, മലബാറിലെ കോട്ടയം രാജകുടുംബം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അതേപോലെ പഴശ്ശിരാജ ജീവാർപ്പണം ചെയ്തത് എന്നാണ്? 1805 നവംബർ 30 എവിടെയാണ്? മാവിലം തോടിലാണ് വെച്ച് അദ്ദേഹം ജീവത്യാഗം ചെയ്തത് അല്ലെ, ജീവാർപ്പണം ചെയ്തത്. നമ്മൾ പല രീതി കേൾക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരെ വധിച്ചു എന്ന് ബ്രിട്ടീഷ് രേഖകളിൽ പറയുന്നു. നമ്മൾ ചില സ്ഥലത്ത് വായിക്കുന്നു അദ്ദേഹം മോതിരം വിഴുങ്ങിയാണ് മരിച്ചത് എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പം രണ്ടും ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തെ വധിച്ചതാരാണ്? നമ്മൾ പറഞ്ഞായിരുന്നു ആർതർ വെല്ലസിയാണ് അദ്ദേഹത്തെ വധിച്ചത്. എന്നാ മരിച്ചത്? 1805 നവംബർ 30 അന്തരിച്ച സ്ഥലം എവിടെയാണ്? മാവിലാംതോട്. എവിടെയാ സ്ഥലം അത്? മാനന്തവാടി അല്ലേ, വയനാട്ടിലെ മാനന്തവാടിക്കടുത്താണ് ഇത് മാവിലാംതോട് എന്ന സ്ഥലം. അദ്ദേഹം മരിക്കാൻ നേരത്തിലെ അവസാന വാക്കുകൾ എന്താണ്? നിങ്ങൾ എൻ്റെ ശരീരം തൊട്ട് അശുദ്ധമാക്കരുത് അല്ലേ. അപ്പം നിങ്ങൾ എൻ്റെ ശരീരം തൊട്ട് അശുദ്ധമാക്കരുത് എന്നാണ് അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾ. നമ്മൾ പറഞ്ഞായിരുന്നു പഴശ്ശിരാജാവിനെ ബ്രിട്ടീഷുകാർ വധിക്കുമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിലും ഒരു നല്ല ശത്രുവായിട്ടാണ് ആരെ കണ്ടത്? പഴശ്ശിരാജാവിനെ ബ്രിട്ടീഷുകാർ കണ്ടത്. അതുകൊണ്ട് തന്നെ നോക്കി, പഴശ്ശിരാജാവിനോടുള്ള ആദര സൂചകമായിട്ട് ബ്രിട്ടീഷുകാർ നാണയം അച്ചടിച്ച വർഷം ഏതാണ്? 1805. അപ്പം പഴശ്ശിരാജാവിനുള്ള ആദര സൂചകമായിട്ട് ബ്രിട്ടീഷുകാർ നാണയം അച്ചടിച്ച വർഷം എത്രയാണ്? 1805. മനസ്സിലായില്ലേ? അപ്പോൾ ശത്രുവായിട്ട് കണ്ടെങ്കിൽ ഉള്ളിൽ ബഹുമാനമുള്ള അല്ലെ ഒരു നേതാവാണ് ആര്? നേതാവല്ല, ഒരു പടത്തലവൻ അല്ലേ, ഒരു കലാപം നയിച്ച ആളാണ് ആര്?
പഴശ്ശിരാജാവ് എന്ന് പറയുക അല്ലേ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത് 1805 ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കല്ല അദ്ദേഹത്തിന്റെ എന്ത് ചെയ്തു, കോയിൻ അല്ലെ അച്ചടിച്ചു. ഓക്കെ, അതേപോലെ ഞാൻ പറഞ്ഞായിരുന്നു പഴശ്ശിരാജാവ് അല്ലേ മോതിരം വിഴുങ്ങിയിട്ടാണ് അല്ലേ വീരമൃത്യു വരിച്ചത് അല്ലേ, ശത്രുവിൻ്റെ കയ്യിൽപ്പെടാതെ മോതിരം വിഴുങ്ങിയിട്ടാണ് മരണപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അതേപോലെ പഴശ്ശിരാജാവിൻ്റെ ആക്രമണത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ വിവരണം നൽകുന്ന ഒരു ചരിത്ര കൃതിയുണ്ട്. ആ കൃതിയുടെ പേരെന്താണ്? കേരള സിംഹം. മറക്കണ്ട, കേരള സിംഹം. ആരാ എഴുതിയത്? കേരള സിംഹം എന്ന നോവൽ എഴുതിയാരാണ്? സർദാർ KM പണിക്കറാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് പഴശ്ശിരാജാവ് മോതിരം വിഴുങ്ങി എന്ന ആ ഒരു വിവരണം ഉള്ളത്. മനസ്സിലായല്ലോ, ഈ കാര്യം മറക്കണ്ട. അതേപോലെ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു പഴശ്ശിരാജാവിന്റെ പല പേരുകൾ നമ്മൾ പറഞ്ഞു അല്ലേ. കേരള സിംഹം അല്ലേ, അദ്ദേഹത്തിന്റെ പല പേരുകൾ ഏതൊക്കെയാണ്? പൈച്ചിരാജയുണ്ട്, കൊട്ടിയോട്ട് രാജ അല്ലേ, ഇങ്ങനെയൊക്കെ പുരളീശമ്മൻ, ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആരാണ്? പഴശ്ശിരാജാവാണ്. ആ കാര്യം ഓർത്തിരിക്കുക. പഴശ്ശിരാജാവിന്റെ ജീവിതം ആധാരമാക്കി കേരള സിംഹം എന്ന നോവൽ രചിച്ചതാണ് സർദാർ KM പണിക്കരാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ സമരമുറകളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ചരിത്രകൃതി എന്ന് പറഞ്ഞ ഏതാണ്? കേരള സിംഹം എന്ന പുസ്തകമാണ്. അടുത്ത് നോക്കൂ, നമുക്ക് അല്ലേ നമ്മുടെ പഴശ്ശിരാജാവ് അതേപോലെ ശക്തൻ തമ്പുരാൻ ഇവർ രണ്ടുപേരും അന്തരിച്ച വർഷം ഏതാണ്? 1805. അതേപോലെ നോക്കി, നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. പഴശ്ശി കലാപം നേരിടുന്നതായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക മേധാവിയാണ് കേണൽ ആർതർ വെല്ലസ്ലി എന്ന് പറയും. അതേപോലെ പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചാരാണ്? സർദാർ KM പണിക്കരാണ് അല്ലേ. അതേപോലെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. കേരളത്തിലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ ഉലച്ച വിപ്ലവം ഏതാണ്? അത് പഴശ്ശി വിപ്ലവമാണ് കേട്ടോ. പഴശ്ശി വിപ്ലവം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതേപോലെ ഇതും പറഞ്ഞിരുന്നു. പഴശ്ശി കലാപത്തിൽ നിർണായക പങ്കുവഹിച്ച വയനാട്ടിലെ ആദിവാസി വിഭാഗം ഏതാണ്? കുറിച്യരാണ് അല്ലേ. അതേപോലെ തലയ്ക്കൽ ചന്തു സ്മാരകം എവിടെയാണ്? പനമരമാണ്. തലയ്ക്കൽ ചന്തു സ്മാരകം എവിടെയാണ്? പനമരം. ആരാണ് തലയ്ക്കൽ ചന്തു എന്ന് പറയുക? വയനാട്ടിലെ കുറിച്യറിൻ്റെ നേതാവാണ് ആര്? തലയ്ക്കൽ ചന്തു അല്ലേ. അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ വധിച്ചു അല്ലേ. തലയ്ക്കൽ ചന്തു സ്മാരകം എവിടെയാണ്? അത് പനമരത്താണ് അല്ലേ. അതേപോലെ നോക്കി, ബ്രിട്ടീഷ് ആധിപത്യത്തെ എതിർത്ത കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് ആര്? പഴശ്ശി. ബ്രിട്ടീഷ് ആധിപത്യത്തെ എതിർത്ത കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരി ആരാണ്? പഴശ്ശിയാണ് അല്ലേ. അതേപോലെ നോക്കൂ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട സിനിമകളുണ്ട് അല്ലേ. ആ സിനിമകൾ നമുക്ക് നോക്കാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട 2 സിനിമകളാണുള്ളത്. ഒന്ന് പഴശ്ശിരാജ എന്ന് പറയും, അതേപോലെ കേരളവർമ്മ പഴശ്ശിരാജ. ഇങ്ങനെ 2 ഫിലിമാണുള്ളത്. നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്, PSC ചോദിച്ച ചോദ്യമാണ്. അപ്പം നമുക്ക് 2 ഫിലിം ഒന്ന് നോക്കാം. പഴശ്ശിരാജ എന്ന സിനിമ അല്ലേ, കുറച്ച് പഴയ ഫിലിം. ആരാണ് സംവിധാനം ചെയ്തത്? അത് M കുഞ്ചാക്കോയാണ് എന്ത് ചെയ്തത്? പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത്. നമ്മൾ ഓടിപ്പോട്ട് എന്ത് എഴുതും? ഹരിഹരൻ എന്നൊക്കെ എഴുതി വെക്കും. അപ്പോൾ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? കുഞ്ചാക്കോയാണ് അല്ലേ. പുറത്തിറങ്ങിയ വർഷം 1964 അല്ലേ. ഇതിൽ പഴശ്ശിരാജാവായി വേഷമിട്ടതാരാണ്? കൊട്ടാരക്കര ശ്രീധരമേനോനാണ്. കൊട്ടാരക്കര ശ്രീധരനാണ് എന്ത് ചെയ്യുന്നത്? കൊട്ടാരക്കര ശ്രീധരനാണ് ഇതിൽ വേഷമിട്ടത്. നമ്മൾ വേഗം മമ്മൂട്ടീനൊക്കെ എഴുതി വെക്കും. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കി, കേരളവർമ്മ പഴശ്ശിരാജ. കേരളവർമ്മ പഴശ്ശിരാജ, സംവിധാനം ഹരിഹരൻ. നമുക്കൊക്കെ അറിയുന്ന ചിത്രമാണ് അല്ലേ. പുറത്തിറങ്ങിയ വർഷം 2009. ഇതിൻ്റെ തിരക്കഥയാരാണ്? MD വാസുദേവൻ നായരാണ്. ഇതിൽ പഴശ്ശിരാജാവ് വേഷമിട്ടവരാണ്? മമ്മൂട്ടിയാണ് അല്ലേ. ഈ കാര്യം ഓർക്കണം. ഇപ്പോൾ 2009 ഇറങ്ങിയ ചിത്രമാണ്. അല്ലേ. MD വാസുദേവൻ തിരക്കഥ എഴുതി, ഹരിഹരൻ സംവിധാനം ചെയ്ത് 2009 റിലീസായ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമാണ് മമ്മൂട്ടിയാണ് അല്ലേ. ഏത് ചിത്രം അത്? കേരളവർമ്മ പഴശ്ശിരാജ. അപ്പോൾ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി അഭിനയിച്ചത് 2009. ആദ്യത്തെ ഫിലിം ഏതാണ്? വെറുതെ പഴശ്ശിരാജ എന്ന് മാത്രമേ ഉള്ളൂ. പഴശ്ശിരാജ, സംവിധാനം കുഞ്ചാക്കോയാണ്. വർഷം 1964. അത് അഭിനയിച്ചത് കൊട്ടാരക്കര ശ്രീധരനാണ് അല്ലേ. നോക്കിക്കേ, ഞാൻ പറഞ്ഞായിരുന്നു ബ്രിട്ടീഷുകാരെ അല്ലേ. ബ്രിട്ടീഷുകാരുടെ ഒരു വജ്രായുധം ആരാണ്? അദ്ദേഹമാണ് ആർതർ വെല്ലസ്ലി എന്ന് പറയും അല്ലേ. ഒതുക്കാൻ പറ്റാത്ത ശത്രുക്കളെയൊക്കെ ഒതുക്കാൻ വേണ്ടി ഇറക്കുന്ന അവസാനത്തെ ഒരു വജ്രായുധം പോലെ ഉപയോഗിക്കുന്ന ആളാണ് ആർതർ വെല്ലസ്ലി. അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്തത്? നോക്കി, ആരുടെ കലാപം അമർച്ച ചെയ്യാനാണ് ബ്രിട്ടീഷുകാർ പിൻകാലത്ത് നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ആർതർ വെല്ലസ്ലി എന്ന് ചോദിച്ചാൽ ആരാണ്? പഴശ്ശിരാജാവിനെയാണ്. അപ്പം പഴശ്ശിരാജാവിനെ വധിച്ച ആർതർ വെല്ലസ്ലി തന്നെയാണ് ആരെ പരാജയപ്പെടുത്തിയത്? നെപ്പോളിയനെ പരാജയപ്പെടുത്തി. ലോകം കണ്ട ഒരു ഏറ്റവും വലിയ
പടത്തലവൻ അല്ലേ, അല്ലെങ്കിൽ ഒരു ആക്രമണകാരിയാണ് നെപ്പോളിയൻ. അദ്ദേഹത്തെ പരാജയപ്പെടുത്തും ആര് തന്നെയാണ്? വെല്ലസ്ലിയാണ്. ഓക്കെ ആണല്ലോ. അത് അടുത്ത് നോക്കി, ഈ ആർതർ വെല്ലസ്ലിയുടെ മറ്റു പേരാണെന്ത്? വെല്ലിംഗ്ടൺ പ്രഭു. മറക്കണ്ട, ആർതർ വെല്ലസ്ലിയുടെ മറ്റു പേരാണ് വെല്ലിംഗ്ടൺ പ്രഭു. അതേപോലെ നോക്കൂ, പഴശ്ശിരാജാവിൻ്റെ മന്ത്രിയുടെ പേരെന്താന്ന് നോക്കി, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ് പഴശ്ശിരാജാവിൻ്റെ മന്ത്രിയുടെ. അതേപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ, പഴശ്ശിരാജാവിനെ വധിക്കാൻ ഉത്തരവിട്ടതാരാണ്? TH ബേബറാണ്. TH ബേബറാണ് പഴശ്ശിരാജാവിനെ വധിക്കാൻ ഉത്തരവിട്ടത്. ഞാൻ പറഞ്ഞായിരുന്നു ആർതർ വെല്ലസിയാണ് വധിച്ചതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ബ്രിട്ടീഷുകാരുടെ ഒരു വജ്രായുധമാണ് ആര്? ആർതർ വെല്ലസി. നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹം നെപ്പോളിയനെ വധിച്ചു, പഴശ്ശിരാജാവിനെ വധിച്ചു, ടിപ്പു സുൽത്താനെ വധിച്ചു അല്ലേ. അങ്ങനെ ഒരുപാട് വീരന്മാരായ ആളുകളെ എന്ത് ചെയ്യുക, വധിച്ച ആളാണ് ആര്? കേണൽ ആർതർ വെല്ലസ്ലി. ഇത്രയുമാണ് പഴശ്ശിരാജാവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ എന്ന് പറയാം. ഇനി ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം എന്തിനായിരുന്നു, കലാപം എന്തിനായിരുന്നു, രണ്ടാമത്തെ കലാപം എന്തിനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ്. അതായത് മൂന്നാം മൈസൂർ യുദ്ധം കേട്ടിട്ടുണ്ടോ? മൈസൂർ യുദ്ധം മൊത്തം 4 ഉണ്ട്. അത് ആ മൂന്നാം മൈസൂർ യുദ്ധത്തിൽ എന്താണ്, ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്താൻ ആര് സഹായിച്ചു? നമ്മുടെ പഴശ്ശിരാജാവ് സഹായിച്ചു. അത്ര മനസ്സിലായല്ലോ. ഇതിൻ്റെ പ്രതിഫലമായിട്ട് പകരമായിട്ട് കോട്ടയത്തെ നികുതി പിരിക്കാൻ ആർക്ക് അനുവാദം നൽകി? ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് അനുവാദം നൽകി, വാഗ്ദാനം നൽകി. എന്നാൽ ഈ വാഗ്ദാനം അവരെന്ത് ചെയ്യില്ല, പാലിച്ചില്ല. ഇതാണ് ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം. ഇത്ര മനസ്സിലായല്ലോ. ഇനി രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ. അപ്പോൾ എന്താണ് രണ്ടാം പഴശ്ശി കലാപം നോക്കി? അതായത് 4ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായി കേരളത്തിൽ ഇറങ്ങിയ സംഭവമാണെന്ത്? സെക്കൻഡ് പഴശ്ശി കലാപം എന്ന് പറയുക, രണ്ടാം പഴശ്ശി കലാപം. അപ്പം പിന്നെ എന്താണ് പഴശ്ശി കലാപവും 4ാമതുമായി ബന്ധം എന്താണ്? അതായത് 4ാമത്തെ മൈസൂർ യുദ്ധത്തോടെ എന്ത് ചെയ്തു? മൈസൂർ പൂർണ്ണമായും ആരുടെ കയ്യിലായി? ബ്രിട്ടീഷുകാരുടെ കയ്യിലായി അല്ലേ. എന്താ 4ാം മൈസൂർ യുദ്ധത്തിൻ്റെ കാരണം? 1798-99 കാലത്തിലാണ് അല്ലേ. ഇനി കാരണം എന്താണ്? റിച്ചാർഡ് വെല്ലസ്ലി നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരാൻ ടിപ്പു സുൽത്താൻ വിസമ്മതിച്ചു. ഇതാണ് 4ാം വിപ്ലവത്തിന് കാരണം. അപ്പം 4ാം മൈസൂർ യുദ്ധത്തോടെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ മൈസൂർ കീഴടക്കി. അതിനുശേഷം അവർ അടുത്ത നോട്ടം ഏതാണ്? നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളാണല്ലേ. അതാണ് എന്തിൻ്റെ കാരണം? രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെയും കാരണം. അപ്പം 4ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായി കേരളത്തിൽ അരങ്ങേറിയ സംഭവമാണിത് രണ്ടാം പഴശ്ശി കലാപം എന്ന കാര്യം ഓർക്കുക. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.